അല്ല, അതായത് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പരസ്യമായി BJPക്ക് വേണ്ടി ഇറങ്ങി. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞല്ല, അതിൻ്റെ മുന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി അവർ വെള്ളാപ്പള്ളിയെ തിരഞ്ഞെടുക്കുകയും ഹെലികോപ്റ്റർ കൊടുക്കുകയും ഇവിടെ ഹെലികോപ്റ്ററിൽ പോയി വയനാടും അവിടെയോടൊക്കെ പോയി ഇയാൾ ഇറക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ ഉടനീളം അദ്ദേഹം കേരളം മൊത്തം സഞ്ചരിച്ചുകൊണ്ട് പിണറായിയെ പുകഴ്ത്തുകയും ഭരണകൂടത്തെ പുകഴ്ത്തുകയും VD സതീശനടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കളെ പുച്ഛിച്ചും പരിഹസിച്ചും ഒക്കെയാണ് അദ്ദേഹം നടന്നത്. മനസ്സിലായോ? അദ്ദേഹം പറയട്ടെന്ന്, അദ്ദേഹം ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹം വലിയ വാശിയിൽ പറഞ്ഞല്ലോ, 100 സീറ്റ് കിട്ടിയാൽ അയാൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, രാജിവെക്കുന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? മെയിൻ പ്രശ്നം എന്താ അറിയോ? അയാൾ പാരാ കേരളത്തിൽ. നിങ്ങൾ ഈ ക്യാമറയും വടിയും കുന്തൊക്കെ എടുത്തിട്ട് അയാളെ പേരേക്ക് പോകാൻ നിങ്ങൾക്ക് നാണല്ലേ? നേരത്തെ SNDPൻ്റെ സെക്രട്ടറിയാന്ന് കൂട്ടാം, കോടതി ഇടപെട്ട് അതും ഒഴിവാക്കി. പിന്നെ ഈ മനുഷ്യൻ്റെ ഈ അണ്ടിപ്പരിപ്പും ചായയും കുടിക്കാൻ എന്തിനാണ് പോകുന്നത്? അയാൾ ഛർദ്ദിക്കാൻ പോകുന്ന വിഷം നിങ്ങൾക്ക് നേരത്തെ അറിയല്ലോ. അറിഞ്ഞിട്ടും അത് നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള നിങ്ങളൊരു ത്വരണ്ടല്ലോ. കേരളത്തിലെ മാധ്യമ സമൂഹമൊക്കെ മാറിയാണ്. ഇത്തരത്തിലുള്ള വിഷം ഛർദ്ദിക്കുന്നവൻ്റെ ഒരു വാർത്ത കൊടുക്കാറില്ലായിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് ഏറ്റവും തീവ്രമായി ഈ മതവിദ്വേഷം വിളിച്ചു പറയുന്നവർ ആരാണോ അവനെയാണ് നിങ്ങൾക്ക് സുബൈക്ക് വിളിക്കണേ. വിളിച്ചിട്ട് എന്താ പറയണേ? ഇന്ന് ഞങ്ങളെ ചാനലിൽ വരും, രാവിലെ തന്നെ വിളിക്കണേ. എന്തിനാണ്? നിങ്ങളെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോക്കാനാണ്. വിളിക്കാറില്ല. SNDP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കസേരയിലിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ശ്രീനാരായണ ഗുരു ഇരുന്ന കസേരയാണ് എന്ന ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ അയാൾ പറയുന്നത് മാധ്യമങ്ങൾ കേൾക്കില്ലേ? അത് വലിയ പിഴവാണോ? എന്ത് അയാളെ സമുദായത്തെ ഒരു മിനിറ്റ്, അയാൾ ഇതര സമുദായത്തെക്കുറിച്ച് ചീത്ത പറയാൻ വരുമ്പോൾ അന്നേരം നിങ്ങളാണ് ആക്ട് ചെയ്യണം അവിടെ. നിങ്ങൾ ഈ കണ്ട ഇതര സമുദായങ്ങൾക്കെതിരെ തോന്നിയാസം വിളിച്ചു പറയണമൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങളെ മാധ്യമ സമൂഹം പറയണം. അത് പറഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് കൊടുക്കാൻ ആളുണ്ടാവില്ല എന്നുള്ള തോന്നൽ വന്നാൽ അത് നിർത്തുള്ളൂ. മതപേര്യം ഇവിടെ നിങ്ങൾ ഈ ചാനലിരുന്ന് വലിയ മതേതരത്തെ പ്രസംഗിക്കും. അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വലിയ മതേതരത്തെ ഇവിടെ വെച്ചും പ്രസംഗിച്ചു പോകും. ഈ നാട്ടിലെ എല്ലാ വിഷവർത്താനും ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എവിടെ എത്തുക? അതാണ് സതീശൻ പറഞ്ഞത്. പിണറായിയും വെള്ളാപ്പള്ളിയും ഞാനും ഒക്കെ മരിച്ചു പോകും. നമ്മളെ കുഞ്ഞുങ്ങളുടെ നാട്ടിൽ നമ്മളൊക്കെ ജീവിച്ച മാതിരി നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കണം. ആ സതീശൻ്റെ ആ ഒരു ഒറ്റ വാക്കാണ് കേരളത്തിൽ വലിയ തരംഗമായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളും രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞ പോരാ.